ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഹങ്കാരം എന്താണ്, വിനയം എന്താണ്, അതുപോലെ അഹങ്കാരിയുടെ ലക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു വച്ചു. ഇനി അഹങ്കാരം മനസ്സിലുണ്ടോ എന്ന ആത്മപരിശോധന നടത്തലാണ്. അതിനായി ചില പരിശോധനകളും സ്കാനിങ്ങുകളും ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മഹുല്ലാ അവിടുത്തെ ഇഹ്യാഉ ഉലൂമുദ്ദീനിൽ എങ്ങനെയൊക്കെയാണ് അഹങ്കാരം തിരിച്ചറിയുക, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അഹങ്കാരം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ പരിശോധനകൾ നടത്തിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് ബാധ്യതയാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ ഹൃദയ രോഗങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട, വളരെ മോശപ്പെട്ട ഒരു രോഗമാണ് അഹങ്കാരം. ആ അഹങ്കാരത്തെ നുള്ളിക്കളയാതെ, ആ അഹങ്കാരത്തെ നമ്മളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കാതെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, ദുനിയാവിലും വിജയിക്കുകയില്ല, ആഖിറത്തിലും വിജയിക്കുകയില്ല. അതുകൊണ്ട് ഈ അഹങ്കാരം ഇല്ലാതാക്കണമെങ്കിൽ അതുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയണം. അതിനുള്ള പരിശോധനകളാണ് നിങ്ങൾ ക്ഷമയോടെ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അല്ലാഹു തആല ഈ അഹങ്കാരങ്ങളും ഹൃദയ രോഗങ്ങളും എല്ലാം മനസ്സിൽ നിന്ന് വിമുക്തമാക്കി നല്ലൊരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രധാനമായും 5 പരീക്ഷണങ്ങളാണ് അഹങ്കാരമുണ്ടോ എന്നറിയാൻ. അതിൽ നിന്ന് ഒന്നാമത്തെ പരീക്ഷണം, തൻ്റെയോ കുടുംബത്തിൻ്റെയോ സ്നേഹിതന്മാരുടെയോ അയൽവാസികളുടെയോ ചരക്കുകൾ, വീട്ടു സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. സാധനങ്ങളുടെ സഞ്ചിയും പിടിച്ച് അങ്ങാടിയിൽ നിന്ന്, വീട്ടിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് വരിക. അപ്പോൾ നമ്മളുടെ മനസ്സിന് വല്ല ഭാരവും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ അഹങ്കാരമുണ്ട് എന്നറിയാം. എന്നാൽ ഈ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 തരം അസുഖങ്ങളാണ് വരിക. ഒന്ന് റിയാ, അതായത് ലോകമാന്യം, അല്ലെങ്കിൽ അഹങ്കാരം. ഈ ഒരു രണ്ടാലൊരു കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവൻ്റെ മനസ്സിൽ ഭാരം വരുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് ഇത് അഹങ്കാരമാണ് എന്നറിയുക? റിയാ ആണ്, ലോകമാന്യമാണ് എന്ന് എങ്ങനെ അറിയും? അപ്പോൾ ഇതറിയാൻ നമുക്ക് വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ ആളുകൾ നല്ല ഉള്ള സമയത്ത് അങ്ങാടിയിൽ പോയി നല്ലൊരു സഞ്ചിയിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുക. ആളുകളൊക്കെ കാണുന്നു. ആയിരിക്കെ അവൻ്റെ മനസ്സിൽ ഭാരമുണ്ടെങ്കിൽ ഒന്നുകിൽ അഹങ്കാരമോ റിയാവോ ഉണ്ട്. ഇനി ആരുമില്ലാതെ, ആളുകളൊന്നും ഇല്ലാത്ത രാത്രി, ആ ഒരു ഘട്ടത്തിലൊക്കെ പിന്നെയും സാധനം വാങ്ങിക്കൊണ്ട് വരിക. അപ്പോൾ ഇവന് ഭാരമുണ്ടെങ്കിൽ അവൻക്ക് റിയാ ഇല്ല എന്ന് മനസ്സിലാക്കാം. അവൻ്റെ ഹൃദയത്തിൽ കൂടിയിരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ വിത്താണ്. അതായത് റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിപ്പിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ കാണട്ടെ, അങ്ങനെയുള്ള ഒരു ധാരണയാണ് റിയാ എന്ന് പറയുന്നത്. പക്ഷേ കിബർ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ അഹങ്കാരം ആളുകൾ ഇല്ല എങ്കിലും അഹങ്കാരം വരാം. അപ്പോൾ ആളുകളുള്ള സമയത്ത് അവന് അങ്ങാടിയിൽ പോയി സഞ്ചിയും പിടിച്ച് ആളുകളെ കാണിച്ച് നടന്നു വരൽ മോശമായി തോന്നുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അത് റിയാ ആണ്. പക്ഷെ ആളുകളുടെ ഇടയിൽ, ആളുകളില്ലാത്ത സന്ദർഭത്തിൽ രാത്രിയോ മറ്റോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അപ്പോഴും അവനക്ക് ആ ഭാരവും വിഷവും ഉണ്ടെങ്കിൽ അത് അഹങ്കാരമാണ്. അപ്പോൾ ആദ്യത്തേൽ ആളുകളുടെ ഇടയിൽ സഞ്ചിയും തൂക്കി വരൽ ഭാരമുണ്ടെങ്കിൽ അവിടെ റിയാവും അഹങ്കാരവും ഉണ്ടാകാം. ആളുകളില്ലാത്ത സമയത്ത് ആ ഒരു പ്രയാസം വരുന്നില്ലെങ്കിൽ അവൻക്ക് അഹങ്കാരമില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആളുകളുടെ ഇടയിൽ അവന് സഞ്ചിയും തൂക്കി പോക്കൽ പ്രയാസം ഉണ്ടാകുക എന്നുള്ളത് റിയായിലൂടെ സംഭവിച്ചതാണ്. ആ റിയാ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളില്ലാത്ത സമയത്ത് ഈ സാധനം കൊണ്ടുവരാൻ പ്രയാസമില്ലാതിരുന്നതും. അപ്പോൾ രാത്രിയിൽ അല്ലെങ്കിൽ ആളുകളില്ലാത്ത സമയത്ത് സഞ്ചിയും തൂക്കി വരൽ ഭാരമുണ്ടെങ്കിൽ അഹങ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും, കിബറാണ് കൂടുതൽ പ്രശ്നമെങ്കിലും ഈ 2 റിയാവും
കിബറും വലിയ വിപത്താണ് മനുഷ്യനുണ്ടാക്കി തീരുക. രണ്ടാം പരീക്ഷണം, അവന് കീറിയതോ കഷ്ണം വെച്ചതോ ആയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ ആ വസ്ത്രങ്ങളിട്ട് ജനമധ്യേ ഇറങ്ങുക. അതിനുശേഷം ജനമില്ലാത്ത കാലിയായ സ്ഥലത്തു കൂടെ കീറിയ വസ്ത്രമിട്ട് നടക്കുക. കീറിയത് എന്ന് പറഞ്ഞതിൽ പറ്റേ കീറിയതല്ല, അവിടെയും ഇവിടെയൊക്കെ കുറച്ച് കീറലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പറ്റേ മോശമല്ലാത്തൊരു വസ്ത്രം, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇട്ട് നടക്കാൻ പറ്റുന്നതായൊരു വസ്ത്രം ഇട്ട് നടക്കുക. ഇനി ജനമധ്യേ അവൻ ആ വസ്ത്രം ഇട്ട് നടക്കുമ്പോൾ ഒരു ഭാരവും പ്രയാസമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും, അതുപോലെ ജനങ്ങളില്ലാത്ത സന്ദർഭത്തിൽ ഒരു പ്രശ്നവും അവനക്കില്ല എങ്കിൽ അവനക്ക് റിയാ ആണ്. റിയാ അവൻ്റെ മനസ്സിലുണ്ട്. ആ രണ്ട് സന്ദർഭങ്ങളിലും ഒന്നുമില്ലെങ്കിൽ അവനക്ക് റിയാവും ഇല്ല, അഹങ്കാരവും ഇല്ല. എന്നാൽ ജനങ്ങളില്ലാത്ത കാലിയായ സ്ഥലത്തേക്ക് അവന് ഇത് ഇട്ട് പോയപ്പോൾ അവനക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട് എങ്കിൽ അവനക്ക് അഹങ്കാരവുമുണ്ട്, ലോകമാന്യവുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അവനെടുത്ത് മാറ്റേണ്ടതാണ്. ഇവ രണ്ടിൻ്റെയും മരുന്നുകൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുക, മാറ്റുക, ഇതിൽ നിന്ന് പരിപൂർണമായി മുക്തമാക്കുക. ഇനി മൂന്നാമത്തെ പരീക്ഷണം എന്താണ്? ഒരു പാവപ്പെട്ട ഒരാളുടെ ക്ഷണം സ്വീകരിക്കുക. ആൾ പറ്റ ദരിദ്രനായ ഒരാളാണ്. അദ്ദേഹം ഒരു സൽക്കാരത്തിലേക്ക് അദ്ദേഹത്തെ ഇവനെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് ആ പരിപാടിയിലേക്ക് പോകുക. ആ സന്ദർഭം എനിക്ക് മനസ്സിൽ ഭാരവും വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവന് അഹങ്കാരമുണ്ട്. നാലാമത്തെ പരീക്ഷണം അവൻ്റെ കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയോ അയൽവാസികളുടെയോ അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്തവരുടെയോ വല്ല സാധനവും അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഒരാൾ വന്ന് പറയാണ്, എനിക്ക് ഇന്ന സാധനം ഒന്ന് മേടിച്ച് തരുമോ അങ്ങാടി പോയിട്ട്. അല്ലെങ്കിൽ ഒരാളോട് പറയാണ്, ഈ സാധനം ഒന്ന് അവിടെ എത്തിക്കാൻ പറ്റുമോ. ആ സന്ദർഭങ്ങളിൽ ഇവന് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ കിബർ, അഹങ്കാരം കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ്. അഞ്ചാമത്തെ പരീക്ഷണം, എന്തെങ്കിലും ഒരു പരിപാടിയിൽ സംബന്ധിക്കുക. അവൻ്റെ സമാനരോടൊപ്പം അവൻ കൂടുക. അവൻ്റെ സമാനരോടൊപ്പം അവൻ ആ പരിപാടിയിൽ ചെലവഴിക്കുക. സമാനർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സഹപാഠികൾ, അല്ലെങ്കിൽ വയസ്സ് സമം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ ഒരുപോലെയുള്ള ആളുകൾ, ഇങ്ങനത്തെ ആളുകളുമായി പരിപാടിയിൽ പങ്കെടുക്കുക. എന്നിട്ട് ആ പരിപാടിയിൽ തൻ്റെ സമാനരെ എല്ലാത്തിലും മുന്തിക്കുക. അപ്പോൾ പരിപാടിയിൽ ഇരിക്കുന്ന സ്ഥലത്ത് അവരുടെ അല്പം പിന്നിലായി ഇരിക്കുക. അതുപോലെ തന്നെ കൈ കഴുകാൻ ക്യൂ ഉണ്ടെങ്കിൽ നമ്മളുടെ സമാനരെ മുന്നിൽ കടത്തിവിടുക. അങ്ങനെ മുന്തിക്കൽ പിന്തിക്കൽ പ്രശ്നങ്ങൾ വരുന്ന എല്ലായിടത്തും അവൻ്റെ സമാനരെ, അവൻ്റെ തുല്യരെ മുന്തിക്കുക. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവന് അഹങ്കാരമുണ്ട് എന്ന്. അതോടൊപ്പം തന്നെ അവൻ്റെ സമാനരോട് വല്ല വിഷയങ്ങളും ചർച്ച ചെയ്യുക. എന്നിട്ട് ആ ആൾ പറഞ്ഞത് സത്യമാണ്, അത് അംഗീകരിക്കാൻ ഇവൻ്റെ മനസ്സിനൊരു വിമുഖതയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, കാരണം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ച അവൻ്റെ സമാനമായ ആൾ, അവൻ്റെ സഹപാഠി ആ ചർച്ചയിൽ ശരിയായ റൂട്ടിലൂടെ കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് നിഗമനത്തിലെത്തി. അതിന് ശേഷം അത് അംഗീകരിക്കാനുള്ള വിമുഖത, അംഗീകരിക്കാനുള്ള പ്രയാസം ഇവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ട് എന്ന്. ഇത്തരം പരീക്ഷണങ്ങളിൽ
ഏതെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. ഒരു ചെറിയൊരു പ്രയാസം മതി, ചെറിയൊരു ബുദ്ധിമുട്ട് അവന് തോന്നുന്നുണ്ടെങ്കിൽ, അത് ചെറുതാണെങ്കിൽ ചെറിയൊരു അഹങ്കാരത്തിൻ്റെ ചെറിയൊരു എന്താ പറയുക മണി അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഇതിൻ്റെ മരുന്നുകൾ, ഇതിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എനിക്ക് അഹങ്കാരമുണ്ട്, എൻ്റെ മനസ്സിൽ അഹങ്കാരം കടന്നു കൂടിയിട്ടുണ്ട്, അതൊക്കെ ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ, ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് നമ്മളൊന്നും കേട്ടിട്ടൊന്നും കാര്യമില്ല. ചിന്തിക്കുന്ന ആളാണ്, നന്നാവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അടുത്തൊരു വീഡിയോ നമ്മൾ വിടുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇതിനെ എങ്ങനെ ചികിത്സിച്ച് മാറ്റാം, ഇതിൻ്റെ മരുന്നുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ശുശ്രൂഷകളാണ് ഇതിലുള്ളത്, അതൊക്കെ നമ്മൾ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വോയിസ്, ഇനി വരാനിരിക്കുന്ന വോയിസ് കൂടി നിങ്ങൾ കേൾക്കണം. അത് പല ആവർത്തി ചിന്തിച്ച് അതൊക്കെ പ്രയോഗിച്ച് നമ്മൾ ഈ ചിന്ത തന്നെ മനസ്സിൽ നിന്ന് തീരെ ഇല്ലാതാക്കണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.